ഹായ് വേഴ്സ്, വെൽക്കം ടു ഫോർ ഡോട്ട്സ് വിഷൻ. ഇന്ന് നിങ്ങളെ പരിചയപ്പെടുന്നത് കർണാടകയിലെ ബാംഗ്ലൂർ പാലസിനെയാണ്. മഹത്തായ വാസ്തുവിദ്യയുടെയും സൗന്ദര്യത്തിന്റെയും പ്രതിരൂപമായ ഈ കൊട്ടാരം പഴയ രാജകീയ സമൃദ്ധിയുടെയും പ്രൗഢിയുടെയും പ്രതീകമായി ഇന്നും ബാംഗ്ലൂരിൽ നിലകൊള്ളുന്നു. മൈസൂർ രാജാവായിരുന്ന ചാമരാജേന്ദ്ര വാദിയാർ നിർമ്മിച്ചതാണ് ഈ അതിമനോഹരമായ കൊട്ടാരം. 1874 പണി ആരംഭിച്ച് 1878 ഇത് പണി പൂർത്തീകരിക്കുകയും ചെയ്തു. കൊട്ടാരത്തിന് ഏകദേശം 45,000 ചതുരശ്ര അടിയിൽ പരന്നു കിടക്കുന്നതാണ് ഈ കൊട്ടാരം. ചാമരാജേന്ദ്ര വാദിയാർ കൊട്ടാരം പണിയാൻ പ്രചോദനം ഉണ്ടായത് ലണ്ടനിലെ വിൻസർ കാസിൽ കൊട്ടാരം കാണാൻ ഇടയാകുകയും അതുപോലെ ഒരു കൊട്ടാരം തന്റെ രാജ്യത്തിലും ഉണ്ടാകണം എന്ന് ഒരു ആഗ്രഹം ഉണ്ടായതുകൊണ്ടാണ് ഈ രീതിയിലുള്ള ഒരു കൊട്ടാരം ഇവിടെ പണിത്. മൈസൂർ രാജവംശത്തിന്റെ വേനൽക്കാല വസതിയായിട്ടാണ് ഇത് അന്നവർ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇതിന്റെ രണ്ട് നിലയിലായിട്ട് ഉള്ള ഈ കൊട്ടാരത്തിന്റെ താഴത്തെ നിലയിൽ ഫ്ലൂറസെന്റ് നീല സെറാമിക് ടൈലുകൾ കൊണ്ട് അലങ്കരിച്ച ഗ്രാനൈറ്റ് ഇരിപ്പിടങ്ങളൊക്കെ ഉണ്ട്. അതിവിശാലമായ ദർബാർ ഹാളുകളുണ്ട്. അകത്ത് ഷൂട്ടിങ്ങുകളൊന്നും അനുവദിക്കാത്തത് കൊണ്ട് നമുക്ക് പുറമേ ഉള്ള വീഡിയോകൾ മാത്രമേ നമുക്ക് ചിത്രീകരിക്കാൻ സാധിക്കത്തുള്ളൂ. ഈ കൊട്ടാരത്തിന്റെ മുന്നിൽ അതിവിശാലമായിട്ടുള്ള ഒരു പൂത്തോട്ടം ഉണ്ട്. ഇത് ഇന്നും അത് പരിരക്ഷിച്ചു പോരുന്നു. അതുകൂടാതെ കൊട്ടാരത്തിനുള്ളിൽ രാജാ രവിവർമ്മയുടെ പെയിന്റിങ്ങുകളുണ്ട്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ശക്തരായ രാജവംശത്തിന്റെ ഗാംഭീര്യവും ആഡംബരപൂർവമായ ഒരു പ്രതാപത്തിന് സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഈ കൊട്ടാരം. 2005 ഇത് പൊതുജനങ്ങൾക്കായിട്ട് തുറന്നു കൊടുത്തു. ഇന്നും ദക്ഷിണ ഇന്ത്യയിലെ ഏറ്റവും സഞ്ചാരികൾ എത്തുന്ന ഒരു കൊട്ടാരം ആണിത്. താങ്ക് യു ഫോർ വാച്ചിങ് ഫോർ ഡോട്ട് വിഷൻ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം തന്നെ ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും നിങ്ങളെ മുന്നിൽ എത്തുന്നതായിരിക്കും. അതുവരെ നന്ദി.